So good evening, everyone. So നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 18 റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ആണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. വളരെ ചെറിയൊരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ്. ആൻഡ് ഇത് നിങ്ങളുടെ ഫൈനലിൻ്റെ ടോപ്പിക് തന്നെയാണ്. അപ്പോൾ ഫൈനലിൽ എക്സാമിനബിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. പലപ്പോഴും ഫൈനലിൽ ഇതൊന്നെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ കമ്പനി ലോയിലും ചോദിക്കാറുണ്ട്. കമ്പനീസ് ലോ എഴുതാൻ പോകുന്ന പിള്ളേരാണെങ്കിൽ അവിടെയും ചോദിക്കാറുണ്ട്. എനിവേ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഇത് ബേസിക്കലി ഒരു ഡിസ്ക്ലോഷർ സ്റ്റാൻഡേർഡ് ആണ്. ഡിസ്ക്ലോഷർ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡിസ്ക്ലോഷർ മാത്രമാണ് പറയുന്നത്, അതല്ലാതെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഒന്നും പറയുന്നില്ല. നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 ഒരു ഡിസ്ക്ലോഷർ സ്റ്റാൻഡേർഡ് ആണ്, ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 നമ്മൾ പഠിച്ച ഇൻവെന്ററി ഒരു ട്രീറ്റ്മെന്റ് പറയുന്ന സ്റ്റാൻഡേർഡ് ആണ്. അക്കൗണ്ടിങ് ഇൻവെന്ററി എങ്ങനെ ട്രീറ്റ് ചെയ്യണം, എങ്ങനെ കാണിക്കണം, അതിന് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഒക്കെ പറയുന്നുണ്ട്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 4 നമ്മൾ പഠിച്ച ഇവന്റ്സ് ഒക്കറിങ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരിയഡ് ആണെങ്കിലും അതും ഒരു എന്താ പറയാ അഡ്ജസ്റ്റിംഗ്, അത് രണ്ടുമാണ്. ഡിസ്ക്ലോഷർ സ്റ്റാൻഡേർഡും ആണ്, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റും പറയുന്നുണ്ട്. അഡ്ജസ്റ്റിംഗ് ഇവന്റ് ആണെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ്, അതല്ലെങ്കിൽ നോൺ അഡ്ജസ്റ്റിംഗ് ഇവന്റ് മെറ്റീരിയൽ ആണെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം. AS5 ഒരു പ്യുവർലി ഡിസ്ക്ലോഷർ സ്റ്റാൻഡേർഡ് ആണ്. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് AS18 റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷേഴ്സ് ആണ്. AS18 ഒരു ഡിസ്ക്ലോഷർ ബേസ്ഡ് സ്റ്റാൻഡേർഡ് ആണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിസ്ക്ലോഷേഴ്സ് ആണ് ബേസിക്കലി പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് റിലേറ്റഡ് പാർട്ടി ആണോ എന്ന് നോക്കണം. രണ്ടാമത് റിലേറ്റഡ് പാർട്ടി ആണെങ്കിൽ എന്തൊക്കെയാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടതെന്ന് പഠിക്കണം. ഈ രണ്ട് കാര്യമുള്ളൂ, പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും. അപ്പോൾ AS18 റിലേറ്റഡ് പാർട്ടി ആയിട്ട് പറയുന്നത്, ഫസ്റ്റ്, entities that directly or indirectly controlled or is controlled by or under common control within the entity. അപ്പോൾ കൺട്രോൾ ആണ് പറയുന്നത്. അപ്പോൾ ബേസിക്കലി കൺട്രോൾ എന്താണെന്നുള്ളത് നിങ്ങൾ ഓൾറെഡി കൺസോൾട്ടേഷൻ പഠിച്ച സ്റ്റുഡൻസിന് അറിയുന്നുണ്ടാവും. അതായത് നമ്മുടെ ഹോൾഡിംഗ് കമ്പനി, പാരന്റ് കമ്പനി ആൻഡ് സബ്സിഡറി കമ്പനിനെയാണ് നമ്മൾ എന്ത് പറയാ, കൺട്രോൾ സിറ്റുവേഷൻ വരുന്നത്. അപ്പോൾ ഒരു പാരന്റ് കമ്പനി ആണെങ്കിൽ പാരന്റ് കമ്പനിയുടെ ബുക്സിൽ അതിന്റെ സബ്സിഡറി ആരാണോ അതിനെ കുറിച്ച് ഡിസ്ക്ലോസ് ചെയ്യണം. അതിന്റെ സബ്സിഡറി ആരൊക്കെയാണ്. സബ്സിഡറി കമ്പനിയുടെ ബുക്സിലാണെങ്കിൽ അതിന്റെ പാരന്റ് കമ്പനിനെ കുറിച്ചും ഡിസ്ക്ലോസ് ചെയ്യണം. ഇനി കോമൺ കൺട്രോളിൽ വരുന്നുണ്ടെങ്കിൽ അവരും ഡിസ്ക്ലോസ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എയുടെ സബ്സിഡറിയാണ് ബിയുടെ സബ്സിഡറിയാണ് സി. അപ്പോൾ എയുടെ ബുക്കിൽ എന്തൊക്കെ പറയണം? എയുടെ ബുക്കിൽ പറയണം ബിയും അതേപോലെ സിയും ഞങ്ങളുടെ സബ്സിഡറി ആണ് എന്ന് പറയണം. കാരണം ബി എയുടെ സബ്സിഡറി ആണെങ്കിൽ സി എയുടെ സബ്സിഡറി ആണ്, എല്ലാം ഒരു കൺട്രോളിൽ വരുന്നതാണ്. എ ബിനോട് പറഞ്ഞാൽ ബി കേൾക്കും, ബി സിനോട് പറഞ്ഞാൽ സി കേൾക്കും. അപ്പോൾ എ പറയുന്നത് ബി ത്രൂ സി കേൾക്കും എന്ന് പറഞ്ഞാൽ അവിടെ കൺട്രോൾ ഉണ്ട്, സബ്സിഡറിയും സബ്സിഡറി ആണ്. അപ്പോൾ എയുടെ ബുക്കിൽ നമ്മൾ ബി ആൻഡ് സി കോമൺ കൺട്രോൾ ഉള്ളത് കൊണ്ട് അത് പറയണം. ബിയുടെ ബുക്കിൽ റിലേറ്റഡ് പാർട്ടി ആയിട്ട് പറയണം എ ഞങ്ങളുടെ ഹോൾഡിംഗ് ആണ് അല്ലെങ്കിൽ പാരന്റ് ആണ്, ഞങ്ങൾക്ക് സി എന്ന് പറഞ്ഞ ഒരു സബ്സിഡറി കമ്പനി ഉണ്ട്, അത് ഡിസ്ക്ലോസ് ചെയ്യണം. ഇതാണ് റിലേറ്റഡ് പാർട്ടി. സി പറയും ഞങ്ങളുടെ ഹോൾഡിംഗ് കമ്പനി ബി ആണ്, പക്ഷെ അവരുടെ മുകളിൽ എ ഉണ്ട്, അപ്പൊ ബിയും എയും ഞങ്ങളുടെ ഹോൾഡിംഗ് കമ്പനിയാണ്, റിലേറ്റഡ് പാർട്ടിയാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ്, പാരന്റ് അല്ലെങ്കിൽ സബ്സിഡറി അല്ലെങ്കിൽ ആ സബ്സിഡറി ആർ കോമൺ കൺട്രോളിൽ വരുന്ന എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് പാർട്ടിയാണ്. അത്രയേ ഉള്ളൂ. രണ്ടാമത്തത് അസോസിയേറ്റ് റിലേറ്റഡ് പാർട്ടിയാണ്. അസോസിയേറ്റ് നിങ്ങൾ ഓൾറെഡി പഠിക്കുന്നുണ്ടാവും. കൺസോൾട്ടേഷനുമായി ബന്ധപ്പെട്ടതിൽ അസോസിയേറ്റും ഉണ്ട്, അതേപോലെ ജോയിന്റ് വെഞ്ചറും ഉണ്ട്. പാരന്റ് കമ്പനി, സബ്സിഡറി കമ്പനി, സബ്സിഡറി കമ്പനി, കോമൺ കൺട്രോൾ, അസോസിയേറ്റ് ആൻഡ് ജോയിന്റ് വെഞ്ചർ, ഇവരെല്ലാം റിലേറ്റഡ് പാർട്ടിയാണ്. ആൻഡ് ഇൻഡിവിജ്വൽ ഹു ഹാവ് കൺട്രോൾ ഓർ സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ഡയറക്ട്ലി ആൻഡ് ദെയർ റിലേറ്റീവ്സ്, ആ ഇൻഡിവിജ്വൽസും റിലേറ്റഡ് പാർട്ടിയാണ്. അപ്പൊ 3 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഒന്ന് ഇൻഡിവിജ്വൽസ് ഹു ഹാവ് കൺട്രോൾ, അല്ലെങ്കിൽ രണ്ടാമത് പറയുന്നത് ഇൻഡിവിജ്വൽസ് ഹു ഹാവ് സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ്. മൂന്നാമത് പറയുന്നത് ഈ ഇൻഡിവിജ്വലും ഈ കൺട്രോൾ അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് ഉള്ള ഇൻഡിവിജ്വലും അവരുടെ റിലേറ്റീവ്സും റിലേറ്റഡ് പാർട്ടിയാണ്. അപ്പൊ എന്താണ് കൺട്രോൾ? കൺട്രോൾ 3 സിറ്റുവേഷനിലാണ് കൺട്രോൾ അറൈസ് ചെയ്യുന്നത്. ഒന്ന്, മോർ ദാൻ 50% ഷെയർസ് ക്യാരിങ് വോട്ടിംഗ് പവർ ആണ്. ആ വോട്ടിംഗ് പവർ ഓർത്ത് വെക്കുക. എന്ന് പറഞ്ഞാൽ 50% മോർ ദാൻ വോട്ടിംഗ് പവർ ഉണ്ടായിരിക്കണം.
അങ്ങനെയുള്ള ഷെയർസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ ഉണ്ട് എന്ന് പറയാം. വോട്ടിംഗ് പവർ ഉള്ള ഷെയർസ് ഇക്വിറ്റി ഷെയർസ് ആണ്. അപ്പൊ മോർ ദാൻ 50% ഇക്വിറ്റി ഷെയർസ് ഉണ്ടെങ്കിൽ കൺട്രോൾ ഉണ്ട് എന്ന് പറയാം. അങ്ങനെയുള്ള വ്യക്തി, ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ അവരുടെ റിലേറ്റഡ് പാർട്ടിയാണ്. അപ്പോൾ 50% കൂടുതൽ പ്രിഫറൻസ് ഷെയർസ് ഉണ്ടെങ്കിലോ കൺട്രോൾ ഇല്ല. കാരണം പ്രിഫറൻസ് ഷെയർസിന് വോട്ടിംഗ് ഇല്ല. വോട്ടിംഗ് പവർ ഉണ്ടാവണം. മോർ ദാൻ 50% വോട്ടിംഗ് പവർ അത് ഇക്വിറ്റി ഷെയർസിന് മാത്രമേ നൽകാൻ കഴിയുള്ളൂ. പിന്നെ നിങ്ങൾ CMA ഇന്റർമീഡിയറ്റിലൊക്കെ പഠിച്ച ചില സിറ്റുവേഷനിൽ പ്രിഫറൻസ് ഷെയർസുകാർക്ക് കിട്ടും. അതൊന്നും ആ ലോ ഒന്നും ഇങ്ങോട്ട് വരില്ല. അപ്പൊ അത് മൈൻഡ് ചെയ്യേണ്ട. ബേസിക്കലി ഇക്വിറ്റി ഷെയർസ് വോട്ടിംഗ് പവർ. ഇനി അങ്ങനെ വോട്ടിംഗ് പവർ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ഉണ്ട് എന്ന് പറയാം. എപ്പോ ഒരു കമ്പനി ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? ഡയറക്ടേഴ്സ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഡയറക്ടേഴ്സിലെ മെജോറിറ്റി ആളുകളെ നമുക്ക് അപ്പോയിന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് അവിടെ എന്ത് പറയാം? കൺട്രോൾ ഉണ്ട് എന്ന് പറയാം. കൺട്രോളിങ് അപ്പോയിന്റ്മെന്റ് ഓർ റിമൂവൽ ഓഫ് മെജോറിറ്റി ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പൊ നമ്മുടെ കയ്യിൽ 40% ഷെയറേ ഉള്ളൂ. പക്ഷെ അപ്പുറത്ത് 10 ഡയറക്ടേഴ്സിൽ 9 ഡയറക്ടേഴ്സും ആരാവണം എന്ന് നമ്മളാണ് തീരുമാനിക്കുന്നതെങ്കിൽ 40 ഉള്ളെങ്കിൽ കൂടി നമുക്ക് കൺട്രോൾ ഉണ്ട്. നമുക്കറിയാം ചില രാഷ്ട്രീയ സംഘടനകളും ചില മതസംഘടനകളും ഒക്കെ അപ്പുറത്തെ രാഷ്ട്രീയ സംഘടന കൺട്രോൾ ചെയ്യുന്നത്. എനിവേ, അപ്പോൾ എന്ത് വേണ്ട? 50% ഒന്നും വേണ്ട. മെജോറിറ്റി ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ നമ്മളാണ് അപ്പോയിന്റ് എങ്കിൽ ദർ ഇസ് കൺട്രോൾ. ആൻഡ് ലാസ്റ്റ് വൺ, ഇതൊന്നും അല്ല, ഫൈനാൻഷ്യൽ ആൻഡ് ഓപ്പറേറ്റിംഗ് പോളിസി ഡിസൈഡ് ചെയ്യാനുള്ള പവർ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണമെന്ന് തീരുമാനിക്കുന്നത്, ഓപ്പറേറ്റിംഗ് പോളിസീസ് ഡിസൈഡ് ചെയ്യുന്നത് നമ്മളാണെങ്കിൽ നമുക്ക് ആ കമ്പനിയിൽ കൺട്രോൾ ഉണ്ട്. അവിടെ എന്ത് വേണ്ട? അവിടെ മോർ ദാൻ 50% വോട്ടിംഗ് പവറും വേണ്ട, മെജോറിറ്റി ഡയറക്ടേഴ്സും വേണ്ട. നമ്മളോട് ചോദിച്ചിട്ടാണ് CEO കാര്യം തീരുമാനിക്കുന്നതെങ്കിൽ, മെജോറിറ്റി ഓപ്പറേറ്റിംഗ് ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ കൺട്രോൾ ഉണ്ട്. അപ്പൊ ഈ 3 സിറ്റുവേഷനിൽ കൺട്രോൾ ഉണ്ട്. ഇങ്ങനെ കൺട്രോൾ ഉള്ള ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്. നിങ്ങൾക്ക് അറിയാം കൺട്രോള് പാരന്റ് സബ്സിഡറി റിലേഷനുമാണ്. പിന്നെ എന്താ സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ്? സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർ ദാൻ 20% ബട്ട് ലെസ് ദാൻ 50% വോട്ടിംഗ് പവർ ഉണ്ട്. അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ആൻഡ് ഓപ്പറേറ്റിംഗ് ഡിസിഷൻ മേക്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ 1-2 ഡയറക്ടേഴ്സിനൊക്കെ അപ്പോയിന്റ് ചെയ്യാം. 1 or 2 ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാം. അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഡിസിഷനിൽ കൺട്രോൾ ഒന്നുമില്ല, പവർ ഒന്നുമില്ല, അടിച്ചേൽപ്പിക്കാനൊന്നും പറ്റില്ല. നമുക്ക് കയറിയിട്ട് അവിടെ അഭിപ്രായം പറയാം. അല്ലെങ്കിൽ മോർ ദാൻ 20 ലെസ് ദാൻ 50. കാരണം മോർ ദാൻ 50 ആയ കൺട്രോൾ വന്നു. ഈ സിറ്റുവേഷനിൽ സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ആണ്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ കൺട്രോളോ സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസോ ഉള്ള വ്യക്തികളും അവരുടെ റിലേറ്റീവ്സും റിലേറ്റഡ് പാർട്ടിയാണ്. അപ്പോൾ നമ്മൾ മുകളിലോട്ട് പോകുന്നു. അപ്പോൾ ബേസിക്കലി പഠിച്ചത് പാരന്റ് കമ്പനി, സബ്സിഡറി കമ്പനി, കോമൺ ഗ്രൂപ്പിൽ വരുന്ന കമ്പനി, അസോസിയേറ്റ് കമ്പനി, ജോയിന്റ് വെഞ്ചർ, ഇൻഡിവിജ്വൽസ് ഹു ഹാവ് കൺട്രോൾ ഓർ സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ഇൻ ദ കമ്പനി ആൻഡ് their relatives. Next one, key management person and their relatives. കമ്പനിയിൽ പോലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും കീ മാനേജ്മെന്റ് പേഴ്സൺ ആരാണ്? ഡയറക്ടേഴ്സ്, ഹോൾ ടൈം ഡയറക്ടേഴ്സ്, മാനേജിംഗ് ഡയറക്ടേഴ്സ്. ഡയറക്ടേഴ്സിൽ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഓർത്ത് വെക്കുക, നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ഒരു കീ മാനേജ്മെന്റ് പേഴ്സൺ അല്ല. എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആണ് കീ മാനേജ്മെന്റ് പേഴ്സൺ. ഹോൾ ടൈം ഡയറക്ടേഴ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആണ്. ഞാൻ പണ്ട് ലോ എടുത്തിട്ടുണ്ടായിരുന്നു, ഇന്റർമീഡിയറ്റിനും ഫൈനലിലും ഞാൻ ലോ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പക്ഷെ സമയത്തിന്റെ ദൗർലഭ്യം കാരണം അങ്ങനെ സമയം കിട്ടുന്നില്ല എല്ലാ പേപ്പേഴ്സും എടുക്കാൻ. അപ്പോൾ ഇപ്പോൾ CMAക്ക് ഫൈനലിനും അതേപോലെ ഇന്റർമീഡിയറ്റിലും അക്കൗണ്ട്സിലും മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അതും സെലക്ടഡ് പോർഷൻസ് മാത്രമേ ഇപ്പൊ എടുക്കാൻ സമയം അനുവദിക്കുന്നുള്ളൂ. ബട്ട് എനിവേ നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ടാവും. അതേ കാര്യം തന്നെ ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. റിലേറ്റഡ് പാർട്ടിയിൽ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ എന്നല്ല കീ മാനേജ്മെന്റ് പേഴ്സൺ അല്ല. ഹോൾ ടൈം ഡയറക്ടർ കീ മാനേജ്മെന്റ് പേഴ്സൺ ആണ്. എക്സിക്യൂട്ടീവ് ഡയറക്ടർ അത് തന്നെയാണ് ഹോൾ ടൈം ഡയറക്ടർ, കീ മാനേജ്മെന്റ് പേഴ്സൺ ആണ്. മാനേജർ കീ മാനേജ്മെന്റ് പേഴ്സൺ ആണ്, കമ്പനീസ് ആക്ടിൽ പറയുന്ന മാനേജർ. ഓക്കെ, മാനേജിംഗ് ഡയറക്ടർ കീ മാനേജ്മെന്റ് പേഴ്സൺ ആണ്. CEO, CFO ഒക്കെ കീ മാനേജ്മെന്റ് പേഴ്സൺ ആണ്. അവരും റിലേറ്റഡ് പാർട്ടിയാണ് ആൻഡ് their റിലേറ്റീവ്സും റിലേറ്റഡ് പാർട്ടിയാണ്. ആൻഡ് ഫൈനലി entities were above individuals and key management, അവിടെ റിലേറ്റീവ്സ് ഇല്ല, ഹാവ് സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ്. ഇപ്പൊ മുകളിൽ പറഞ്ഞ ഇൻഡിവിജ്വൽ ഉണ്ടല്ലോ, ഏതാണ് ഇൻഡിവിജ്വൽ? കൺട്രോൾ ഉള്ള അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ഉള്ള, ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിട്ട് കൺട്രോളോ അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസോ ഉള്ള ഇൻഡിവിജ്വൽസോ അല്ലെങ്കിൽ ഈ പറയുന്ന കീ മാനേജ്മെന്റ് പേഴ്സണോ കൺട്രോൾ ഇൻഫ്ലുവൻസ് ഉള്ള ബാക്കിയുള്ള എൻറ്റിറ്റീസ്, ഇവരും എന്താണ്? റിലേറ്റഡ് പാർട്ടിയാണ്. അപ്പൊ ഇത് നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. ഒന്ന്, പാരന്റ് കമ്പനി, ഞാൻ പെന്നിന്റെ കളർ ഒന്ന് മാറ്റുന്നു. നമുക്ക് ഇങ്ങനെ പറയാം,
പാരന്റ് കമ്പനി റിലേറ്റഡ് പാർട്ടിയാണ്. 2 സബ്സിഡറി കമ്പനി റിലേറ്റഡ് പാർട്ടിയാണ്. കോമൺ കൺട്രോളിൽ വരുന്ന എന്ന് പറഞ്ഞാൽ കോമൺ പാരന്റ് ആൻഡ് ഇത് വരുന്ന സബ്സിഡറി കമ്പനി, സബ്സിഡറി കമ്പനി ഒക്കെ നമ്മൾ നിങ്ങൾ ഒരുപക്ഷെ കൺസോൾട്ടേഷനിൽ പഠിച്ചിട്ടുണ്ടാവും. ട്രയാങ്കിൾ ഹോൾഡിങ്ങും ബാക്കിയുള്ളതൊക്കെ ഇവരെല്ലാം റിലേറ്റഡ് പാർട്ടിയാണ്. പിന്നെ അസോസിയേറ്റ് റിലേറ്റഡ് പാർട്ടിയാണ്. ജോയിന്റ് വെഞ്ചർ റിലേറ്റഡ് പാർട്ടിയാണ്. പിന്നെ ഇൻഡിവിജ്വൽസ് ഹാവിങ് കൺട്രോൾ അല്ലെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ്, ഡയറക്റ്റ് ആവാം ഇൻഡയറക്റ്റ് ആവാം. ഇൻഡിവിജ്വൽസ് ആണ്, ഒന്നെങ്കിൽ ഇവർക്ക് കൺട്രോൾ ഉണ്ട് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഉണ്ട്. സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇവര് ഈ പറയുന്ന ഇൻഡിവിജ്വൽസിന്റെ റിലേറ്റീവ്സ് ഡയറക്ടേഴ്സ് ആണ്, റിലേറ്റഡ് പാർട്ടിയാണ്. ആസ് വെൽ ആസ് ഈ പറയുന്ന ഇൻഡിവിജ്വൽസിന് കൺട്രോൾ ഉള്ള എൻറ്റിറ്റീസ്, കൺട്രോൾ അല്ലെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഉള്ള എൻറ്റിറ്റീസ്, അതും റിലേറ്റഡ് പാർട്ടിയാണ്. ആൻഡ് ഫൈനലി കീ മാനേജ്മെന്റ് പേഴ്സൺ, KMP റിലേറ്റഡ് പാർട്ടിയാണ്. ആൻഡ് അവർക്ക് കൺട്രോളോ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസോ ഉള്ള എൻറ്റിറ്റീസും കീ മാനേജ്മെന്റ് റിലേറ്റഡ് പാർട്ടിയാണ്. ഇനി ഇത് ഞാൻ പറഞ്ഞു, ഇതൊരു ഡിസ്ക്ലോഷർ സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ എന്താണ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കേണ്ടത്, ഈസ് ഇറ്റ് റിലേറ്റഡ് അറ്റ് എനി ടൈം ഡ്യൂറിങ് ദ ഇയർ? ഈ അറ്റ് എനി ടൈം ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ് എനി ടൈം ഡ്യൂറിങ് ദ ഇയർ, എപ്പോഴെങ്കിലും എനി ടൈം ഡ്യൂറിങ് ദ ഇയറിൽ റിലേറ്റഡ് ആണോ? എപ്പോഴെങ്കിലും റിലേറ്റഡ് ആണോ? അങ്ങനെ അറ്റ് എനി ടൈം ഡ്യൂറിങ് ദ ഇയറിൽ റിലേറ്റഡ് ആണെങ്കിൽ യെസ് ആണ് ആൻസർ എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്, എനി ട്രാൻസാക്ഷൻ ടുക്ക് പ്ലേസ്. അങ്ങനെയുള്ള ഈ 7 പേരുണ്ടല്ലോ, ഈ 8 പേരുണ്ടല്ലോ, ഇവരുടെ എപ്പോഴെങ്കിലും റിലേറ്റഡ് ആയിട്ടുണ്ടോ കറണ്ട് ഇയറിൽ? അങ്ങനെയാണെങ്കിൽ യെസ് ആണ് ആൻസർ എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ട്രാൻസാക്ഷൻ വല്ലതും നടന്നിട്ടുണ്ടോ ഇവർ തമ്മിൽ? യെസ് ആണെങ്കിൽ ഈ പറയുന്ന 6 കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യണം. നെയിം ഡിസ്ക്ലോസ് ചെയ്യണം, റിലേഷൻഷിപ്പ് ഡിസ്ക്ലോസ് ചെയ്യണം, നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ ഡിസ്ക്ലോസ് ചെയ്യണം, എമൗണ്ട് ഓഫ് ട്രാൻസാക്ഷൻ ഡിസ്ക്ലോസ് ചെയ്യണം, ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് ഡിസ്ക്ലോസ് ചെയ്യണം, എമൗണ്ട്സ് റിട്ടേൺ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യണം. ഇനി അടുത്ത ചോദ്യം ചോദിക്കുന്നത്, അറ്റ് എനി ടൈമിൽ റിലേഷൻ ഉണ്ടോ? യെസ്. ട്രാൻസാക്ഷൻ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, കൺട്രോൾ ഉണ്ടോ? യെസ്. കൺട്രോൾ ഉണ്ടെങ്കിൽ ഡിസ്ക്ലോസ് നെയിം ആൻഡ് റിലേഷൻഷിപ്പ്. നെയിമും റിലേഷൻഷിപ്പും ഡിസ്ക്ലോസ് ചെയ്യുക. കൺട്രോൾ ഇല്ലെങ്കിലോ ഒരു ഡിസ്ക്ലോഷറും വേണ്ട. ഈസ് ഇറ്റ് റിലേറ്റഡ് എനി ടൈം ഡ്യൂറിങ് ദ ഇയർ? റിലേഷനെ അല്ല, പിന്നെ റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷർ ഒന്നും വരില്ല. അപ്പോൾ നമ്മൾ റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷറിന്റെ എന്ത് തീർന്നിട്ടുണ്ട്? കോൺസെപ്റ്റ്സ്, തിയററ്റിക്കൽ ആപ്ലിക്കേഷൻ തീർന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട, ഇതിൽ കൺട്രോളും സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഒക്കെ പഠിച്ചു, ഇതുമായി ബന്ധപ്പെട്ട ഒരു 4-5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഈ പറയുന്ന നോട്ട് ജസ്റ്റ് ഒന്ന് വായിക്കൂ. ഈ ഞാൻ റെഡിങ്ങിൽ കാണിച്ചിരിക്കുന്ന 8 പോയിന്റ്സും പിന്നെ അതേപോലെ തന്നെ ആ ഒരു ഡിസ്ക്ലോഷറിന്റെ പോയിന്റ്, ഈസ് ഇറ്റ് റിലേറ്റഡ് എനി ടൈം, യെസ് ഓർ നോ ഒക്കെ വെച്ചിട്ട് ഒന്ന് മനസ്സിരുത്തി വായിക്കൂ. ഞാനൊരു 1 മിനിറ്റ് സമയം തരുന്നു, എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തു തുടങ്ങും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. എ ഹസ്ബൻഡ്, ഞാനിതൊന്ന് സൂം ചെയ്യുന്നുണ്ട്.
A husband and wife are controlling 34% of voting power in XY Limited. They are having a separate partnership firm which supplies raw material to XY Limited. Management of XY Limited says that transaction need not be disclosed. Comment. For husband and wife, XY Limited 34% shares ഉണ്ട്. ഇപ്പോൾ മോർ ദാൻ 20 ലെസ് ദാൻ 50 ആണ് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ചേർന്നിട്ട് അവർക്ക് എന്തുണ്ട് 34% ഷെയർ ഉണ്ട്. അപ്പൊ അവർക്ക് എന്ത് വന്നു? സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് വന്നു. അപ്പോൾ ഏത് കാറ്റഗറിയിൽ പെട്ടു? ഇൻഡിവിജ്വൽസ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഹാവിംഗ് കൺട്രോൾ ഓർ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ്. മോർ ദാൻ 20 ലെസ് ദാൻ 50 ആയതുകൊണ്ട് സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ആണ്. അപ്പോൾ ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരും ചേർക്കുമ്പോൾ ഇൻഡിവിജ്വൽസ് ഹു ഹാവ് സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് വന്നു. അപ്പോൾ ഈ ഹസ്ബൻഡും വൈഫും എന്തായി മാറി? XY ലിമിറ്റഡിന്റെ റിലേറ്റഡ് പാർട്ടിയാണ്. അവരുടെ പേരും അവിടെ റിലേറ്റഡ് പാർട്ടിയിൽ കാണിക്കണം. അവർക്ക് വേറൊരു സെപ്പറേറ്റ് പാർട്ട്ണർഷിപ്പ് ഫേം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഇൻഡിവിജ്വൽസ് ഈസ് ഹാവിംഗ് കൺട്രോൾ ഇൻ അനദർ എൻറ്റിറ്റി. ഏത് വന്നു? നമ്മൾ നേരത്തെ പഠിച്ച ഈ ഒരു ക്രൈറ്റീരിയ വന്നു. ഏത് ക്രൈറ്റീരിയ? ഇവിടെ ഞാൻ ഈ നോട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നു. ഇൻഡിവിജ്വൽസ് ഹാവിംഗ് സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ കൺട്രോൾ, ഈ പറയുന്ന എൻറ്റിറ്റി വന്നു. ആ എൻറ്റിറ്റിയിൽ ആ എൻറ്റിറ്റി വന്നു. അതോടുകൂടി ഈ പാർട്ട്ണർഷിപ്പ് ഫേമും എന്തായി മാറി? റിലേറ്റഡ് പാർട്ടിയായി. ആ പാർട്ട്ണർഷിപ്പ് ഫേം ഒരു പ്രത്യേകതയുണ്ട്. ആ പാർട്ട്ണർഷിപ്പ് ഫേം ആണ് റോ മെറ്റീരിയൽസ് ആർക്ക് സപ്ലൈ ചെയ്യുന്നത്? XY ലിമിറ്റഡിന്. അപ്പൊ അറ്റ് എനി പോയിന്റ് ഡ്യൂറിംഗ് ദ ഇയർ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞു. അപ്പൊ റിലേറ്റഡ് പാർട്ടി ആണെന്ന് മാത്രമല്ല, ട്രാൻസാക്ഷൻ നടന്നു പോയി. മാനേജ്മെന്റ് പറയുന്നു ഡിസ്ക്ലോഷർ വേണ്ട. മാനേജ്മെന്റ് തെറ്റാണ് മാനേജ്മെന്റ്. അപ്പൊ കമന്റ് എന്താ? മാനേജ്മെന്റ് ഇസ് റോങ്. Question 1, answer 1, management is wrong. Husband and wife hold 34% voting power and they hold significant influence, so they are related party. Husband and wife have a partnership firm, so this firm is also a related party. Since this firm supplies raw material, XY Limited has to disclose the following transaction ഉണ്ട്. അപ്പൊ എന്ത് ഡിസ്ക്ലോസ് ചെയ്തേ പറ്റൂ? നെയിം ഡിസ്ക്ലോസ് ചെയ്യണം, റിലേഷൻഷിപ്പ് ഡിസ്ക്ലോസ് ചെയ്യണം, നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ, പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ ഡിസ്ക്ലോസ് ചെയ്യണം, എമൗണ്ട് എത്ര ഡിസ്ക്ലോസ് ചെയ്യണം, ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് വല്ലതുണ്ടെങ്കിൽ അതും, എമൗണ്ട് റിട്ടേൺ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഡിസ്ക്ലോസ് ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ 1 തീർന്നു. ക്വസ്റ്റ്യൻ നമ്പർ 2, പി ലിമിറ്റഡ് ഹാസ്, ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ. പി ലിമിറ്റഡ് ഹാസ്, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വായിക്കൂ. പി ലിമിറ്റഡ് ഹാസ് 60%. നിങ്ങൾ തന്നെ ഒന്ന് വായിക്കൂ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്മൾ നിങ്ങൾ വായിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. 2. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഇവിടെയും കാണിച്ചിട്ടുണ്ട്. പി ലിമിറ്റഡ് ഹാസ് 60% വോട്ടിംഗ് റൈറ്റ് ഇൻ ക്യൂ ലിമിറ്റഡ്. അപ്പോൾ പി ലിമിറ്റഡിന് ക്യൂ ലിമിറ്റഡിൽ 60% വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. ക്യൂ ലിമിറ്റഡ് ഹാസ് 12% വോട്ടിംഗ് റൈറ്റ്സ് ഇൻ ആർ. അപ്പോൾ ക്യൂന് ആറിൽ 12% ഉണ്ട്. P Limited directly enjoys voting right of 14% in R. Pക്ക് ക്യൂല് Pക്ക് 14% ആറിലുണ്ട്. പിന്നെ പിയുടെ സബ്സിഡറി ആയിട്ടുള്ള ക്യൂക്ക് ആറിന് 12% ഉണ്ട്. R is a listed company and regularly supplies goods to P Limited. The management of R Limited has not disclosed its relationship with P Limited. Comment എന്നാണ് ക്വസ്റ്റ്യൻ. ഇവർ റിലേറ്റഡ് പാർട്ടി ആണോ എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. യെസ്, ഇവർ റിലേറ്റഡ് പാർട്ടിയാണ്. എന്തുകൊണ്ടാണ്? പിക്ക് ആറിൽ ഡയറക്റ്റ് ആയിട്ട് 14% ഉണ്ട്. പിയുടെ സബ്സിഡറി ആയിട്ടുള്ള ക്യൂക്ക് ആറിൽ 12% ഉണ്ട് ഇൻഡയറക്ട്ലി. കാരണം പി പറഞ്ഞാൽ ക്യൂ കേൾക്കും. അപ്പോ പിക്ക് ഡയറക്റ്റ് ആയിട്ട് 14ഉം ഇൻഡയറക്റ്റ് ആയിട്ട് 12ഉം വരുമ്പോൾ ടോട്ടൽ 26% ഉണ്ട്. മോർ ദാൻ 20%, ലെസ് ദാൻ 50 ആണ്, സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ആറും പിയും ഇപ്പൊ റിലേറ്റഡ് ആയി. അപ്പൊ ഡിസ്ക്ലോസ് ചെയ്തേ പറ്റൂ.
കാരണം ആറിനെ സംബന്ധിച്ചിടത്തോളം പി എന്ന് പറയുന്ന ആ കമ്പനിക്ക് സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ഉണ്ട്, അത് ഡിസ്ക്ലോസ് ചെയ്തേ പറ്റൂ, ഡിസ്ക്ലോസ് ചെയ്യണം. മാത്രമല്ല ആറ് റെഗുലർ ആയിട്ട് ഗുഡ്സ് പിക്ക് സപ്ലൈ ചെയ്യുന്നു, അവർ തമ്മിൽ അറ്റ് എനി ടൈം റിലേഷനും ഉണ്ട്, ട്രാൻസാക്ഷൻസും ഉണ്ട്. അങ്ങനെ ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യണം. എന്താണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്? നെയിം, റിലേഷൻഷിപ്പ്, നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ, എമൗണ്ട് ഓഫ് ട്രാൻസാക്ഷൻ, ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് ആൻഡ് എമൗണ്ട് റിട്ടേൺ ഓഫ് ഡ്യൂറിംഗ് ദ ഇയർ. ഈ 6 കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യണം. മാനേജ്മെന്റ് ഓഫ് ആർ ലിമിറ്റഡ് റോങ് ആണ്. നിങ്ങൾ ഒരു കാര്യം എപ്പോഴും ഓർത്ത് വെക്കണം, ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് കമന്റ് ആണ്. അപ്പൊ മാനേജ്മെന്റ് ഓഫ് ആർ ലിമിറ്റഡ് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല, അപ്പൊ അവർ ശരിയാണോ തെറ്റാണോ എന്ന് കൂടി പറയണം. മാനേജ്മെന്റ് ഓഫ് ആർ ലിമിറ്റഡ് കറക്റ്റ് അല്ല ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. ക്വസ്റ്റ്യൻ നമ്പർ 3 നിങ്ങൾ തന്നെ ഒന്ന് വായിക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 3. Okay. For question number 3, Narmada Limited sold goods for rupees 90 lakhs to Ganga Limited during the financial year ended 31st March 2018. MD of Narmada Limited owned 100% of Ganga. Sales were made to Ganga Limited at normal selling price. Chief Accountant of Narmada Limited states that, contends that sales need not require a different treatment from other sales made by the company, and hence no disclosure is required. Comment. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് കമന്റ് ചെയ്യുന്നു, ഡിസ്ക്ലോഷർ വേണോ, ആൻസർ നോക്കാം. ഇപ്പൊ നർമ്മദ ലിമിറ്റഡിന്റെ MD, ഇപ്പോൾ നർമ്മദ ലിമിറ്റഡിനെ സംബന്ധിച്ചിടത്തോളം MD റിലേറ്റഡ് പാർട്ടിയാണ്, ഡിസ്ക്ലോസ് ചെയ്യണം. ആ MDക്ക് 100% ഷെയർസ് ഗംഗ ലിമിറ്റഡിലുണ്ട് എന്ന് പറഞ്ഞാൽ ഗംഗ ലിമിറ്റഡ് ഇപ്പൊ എന്തായി? കീ മാനേജ്മെന്റ് പേഴ്സൺ ആണ് MD. കീ മാനേജ്മെന്റ് പേഴ്സണ് സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ഉള്ള ഒരു എൻറ്റിറ്റി. സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസിന്റെ മുകളിലാണ് കൺട്രോള്. അപ്പൊ കീ മാനേജിംഗ് ഡയറക്ടർ, കീ മാനേജ്മെന്റ് പേഴ്സണിന് സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ഉള്ള ഒരു കമ്പനിയാണ് ഗംഗ ലിമിറ്റഡ്. അപ്പൊ അത് എന്തായിട്ട് മാറും? റിലേറ്റഡ് പാർട്ടി ആയിട്ട് മാറും. ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ അവർക്ക് സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ഉണ്ട്, അവർക്ക് പാർട്ണർഷിപ്പ് ഫേം ഉണ്ട്, അതും എന്തായിട്ട് മാറി? എൻറ്റിറ്റി ആയിട്ട് മാറി, റിലേറ്റഡ് പാർട്ടി. ഇവിടെ MD ആണ്, കീ മാനേജ്മെന്റ് പേഴ്സൺ ആണ്. കീ മാനേജ്മെന്റ് പേഴ്സന്റെ കമ്പനി അല്ലെങ്കിൽ പാർട്ണർഷിപ്പ്, അതും റിലേറ്റഡ് പാർട്ടിയാണ്. മാത്രമല്ല അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പൊ ഡിസ്ക്ലോഷറിൽ എന്തൊക്കെ വേണം? ഒരുപാട് കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യണം. ആ 6 കാര്യങ്ങൾ ബേസിക്കലി ഡിസ്ക്ലോസ് ചെയ്യണം. അപ്പോൾ ഇവിടെ MD കീ മാനേജ്മെന്റ് പേഴ്സൺ ആണ്, therefore റിലേറ്റഡ് പാർട്ടി. MD കീ മാനേജ്മെന്റ് പേഴ്സൺ ആണ്, MDക്ക് സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ കൺട്രോൾ ഉള്ള കമ്പനിയാണ് ഗംഗ ലിമിറ്റഡ്. അപ്പൊ ഗംഗയും റിലേറ്റഡ് പാർട്ടിയായി, ട്രാൻസാക്ഷൻസും നടന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഡിസ്ക്ലോസ് ചെയ്യണം. നെയിം, റിലേഷൻഷിപ്പ്, നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ, എമൗണ്ട് ഓഫ് ട്രാൻസാക്ഷൻ, ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് ആൻഡ് എമൗണ്ട് റിട്ടേൺ ഓഫ് ഡ്യൂറിംഗ് ദ പീരിയഡ് ഡിസ്ക്ലോസ് ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ 4 എടുക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 4. ക്വസ്റ്റ്യൻ നമ്പർ 4 നിങ്ങൾ തന്നെ ഒന്ന് വായിക്കൂ.
Okay. For question number 4, Mr. Raj, a relative of key management personnel, received remuneration of rupees 2,50,000 as salary in the company for the period from 1st April 2007 to 30 June 17. മിസ്റ്റർ രാജ ഒരു കീ മാനേജ്മെന്റ് പേഴ്സന്റെ റിലേറ്റീവ് ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് രാജ് എന്തായിട്ട് മാറി? റിലേറ്റഡ് പാർട്ടി ആയി. ആൾക്ക് സാലറി കിട്ടി. അപ്പോൾ ഇത് ഡിസ്ക്ലോസ് ചെയ്യണം. സാലറി കിട്ടിയത് നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നത് 31st March 18 ആണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് April 17 to 31st March 18 ആണ്. ആൾക്ക് സാലറി കിട്ടിയത് April 17, May 17 ആൻഡ് June 17 ആണ്. വെറും 3 മാസേ ആൾക്ക് സാലറി കിട്ടിയുള്ളൂ. ആള് പിന്നീട് എന്ത് ചെയ്തു? 1st July 17 ആള് ലെഫ്റ്റ് ചെയ്തു. അപ്പോൾ 31st March 18 ആകുമ്പോൾ ആള് കമ്പനിയിലില്ല. ആള് റിലേറ്റഡ് പാർട്ടി ആണോ? ആൻസർ യെസ് ആ. എന്താ? റിലേറ്റഡ് അറ്റ് എനി ടൈം ഡ്യൂറിംഗ് ദ ഇയർ ആണ്. എപ്പോഴെങ്കിലും ഉണ്ടായാൽ മതി. അപ്പൊ റിലേറ്റഡ് അറ്റ് എനി ടൈം ഡ്യൂറിംഗ് ദ ഇയർ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡിസ്ക്ലോഷറും വേണം. അപ്പൊ യെസ്, മിസ്റ്റർ രാജ് ഇസ് എ റിലേറ്റഡ് പാർട്ടി. മിസ്റ്റർ രാജ് ഇസ് എ റിലേറ്റീവ് ഓഫ് കീ മാനേജ്മെന്റ് പേഴ്സൺ. To be a related party, relationship is required only at any point of time during the year. Therefore, Mr. Raj is a related party and he has received salary. So there was a transaction. Transaction endu aayikotte. Purchase ആവാം, സെയിൽ ആവാം, സാലറി ആവാം, എനി ട്രാൻസാക്ഷൻ ആവാം. അങ്ങനെയാണെങ്കിൽ you have to disclose that 6 points: name, relationship, nature of transaction, amount of transaction, outstanding balance, amount written off during the period. വല്ലതും ഉണ്ടെങ്കിൽ അത്രയും കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ 5 വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. CMA ഫൈനൽ എക്സാമിനേഷനും CA ഫൈനൽ എക്സാമിനേഷനും ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ഒന്ന് വായിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. മെജോറിറ്റി ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് സച്ചിൻ ലിമിറ്റഡ് ആർ മെജോറിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് മെജോറിറ്റി ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ധോണി ലിമിറ്റഡ്. അപ്പൊ സച്ചിൻ ലിമിറ്റഡിന്റെ മെജോറിറ്റി ഓഫ് ഡയറക്ടേഴ്സ് തന്നെയാണ് ധോണി ലിമിറ്റഡിന്റെയും ഡയറക്ടേഴ്സ്. അപ്പൊ കോമൺ ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പൊ സച്ചിൻ ലിമിറ്റഡും ധോണി ലിമിറ്റഡും റിലേറ്റീവ്സ് ആണോ? റിലേറ്റഡ് പാർട്ടീസ് ആണോ? ബട്ട് ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നിങ്ങൾ വായിക്കുന്നുണ്ടെങ്കിൽ, മെജോറിറ്റി ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് സച്ചിൻ ലിമിറ്റഡ് കോൺസ്റ്റിറ്റ്യൂട്ട് മെജോറിറ്റി ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ധോണി ലിമിറ്റഡ് ഇൻ ദെയർ ഇൻഡിവിജ്വൽ കപ്പാസിറ്റി ആസ് പ്രൊഫഷണൽസ് ആണ്. ഇൻഡിവിജ്വൽ കപ്പാസിറ്റി ആസ് പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞാൽ ദേ ആർ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്, അല്ലെങ്കിൽ ദേ ആർ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ്, അല്ലെങ്കിൽ ദേ ആർ ഇൻഡിപെൻഡന്റ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്. ഇൻഡിപെൻഡന്റ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് എന്നല്ല, റിലേറ്റഡ് പാർട്ടീസ് അല്ല. അപ്പൊ രണ്ട് കമ്പനിയിലും സെയിം ഡയറക്ടേഴ്സ്, സെയിം ഇൻഡിപെൻഡന്റ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ കോമൺ ഡയറക്ടേഴ്സ് ആണ്, ബട്ട് അവർ ഇൻഡിപെൻഡന്റ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണെങ്കിൽ അതെന്തല്ല, അവർ തമ്മിൽ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ഇല്ല. അപ്പൊ സച്ചിൻ ലിമിറ്റഡ് ആൻഡ് ധോണി ലിമിറ്റഡ് ആർ നോട്ട് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ. കോമൺ ഡയറക്ടേഴ്സ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് റിലേറ്റഡ് ആവില്ല. ഇനി എന്റെ അടുത്ത ക്വസ്റ്റ്യൻ, ബട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മുകേഷ് അംബാനി എന്ന് പറയുന്ന ആള് എന്താ പറയാ, റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ചെയർമാനാണ്. മുകേഷ് അംബാനി എന്ന് പറയുന്ന ആള് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ചെയർമാനാണ്. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ അണ്ടറിൽ വരുന്ന വേറൊരു കമ്പനിയാണ് ജിയോ. മുകേഷ് അംബാനി അവിടുത്തെ ഡയറക്ടറുമാണ്. മുകേഷ് അംബാനി അവിടെ ഡയറക്ടർ ആയത് ഹോൾഡിംഗ് കമ്പനിയുടെ ഡയറക്ടർ എന്ന നിലക്കാണ് എവിടെ ഡയറക്ടർ ആയിരിക്കുന്നത്? ജിയോ ലിമിറ്റഡിൽ ഡയറക്ടർ ആവുന്നത്. അപ്പൊ മുകേഷ് അംബാനി റിലേറ്റഡ് പാർട്ടിയാണ്. ഒരു ഡൗട്ടും വേണ്ട, മുകേഷ് അംബാനി റിലേറ്റഡ് പാർട്ടിയാണ്. റിലയൻസ് ഇൻഡസ്ട്രീസും ജിയോ ലിമിറ്റഡും റിലേറ്റഡ് പാർട്ടി ആവും. എന്തുകൊണ്ടാ? മുകേഷ് അംബാനി എന്ന് പറയുന്ന വ്യക്തി രണ്ട് കമ്പനിയിലും സെയിം ആണ്, രണ്ട് കമ്പനിയിലും കോമൺ ഡയറക്ടർ ആണ്, ബട്ട് റിലേറ്റഡ് പാർട്ടിയാണ്. എന്തുകൊണ്ടാ? മുകേഷ് അംബാനി എന്ന് പറയുന്ന വ്യക്തി അപ്പുറത്ത് ജിയോ ലിമിറ്റഡില് ഡയറക്ടർ ആവുന്നത് ഇൻഡിവിജ്വൽ കപ്പാസിറ്റി ആസ് എ പ്രൊഫഷണൽ അല്ല, ആള് ഇൻഡിപെൻഡന്റ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അല്ല, ആളുടെ ഹോൾഡിംഗ് കമ്പനിയുടെ പവർ ഉപയോഗിച്ച്, കൺട്രോൾ ഉപയോഗിച്ചിട്ടാണ് അപ്പുറത്ത് വരുന്നത്. അപ്പോ അത് നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റില്ല? റിലേറ്റഡ് പാർട്ടി അല്ല എന്ന് പറയാൻ പറ്റില്ല, റിലേറ്റഡ് പാർട്ടിയാണ്. അപ്പൊ ഇത് മാത്രം ഓർത്ത് വെച്ചാൽ മതി, ഇൻഡിപെൻഡന്റ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആണ്, അവർ റിലേറ്റഡ് പാർട്ടി അല്ല. രണ്ട് കമ്പനിയിലും സെയിം ഇൻഡിപെൻഡന്റ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് കമ്പനീസും റിലേറ്റഡ് പാർട്ടിയെ അല്ല എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പൊ എന്ത് തീർന്നു? നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 18 തീർന്നു.
അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 18 റിലേറ്റഡ് പാർട്ടി തീർന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 4, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 5, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 18 5 സ്റ്റാൻഡേർഡ്സ് പഠിച്ചിട്ടുണ്ട്. ഈ ഒരു മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ഒരു 10 ഹവേഴ്സ് കൊണ്ട് 5 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പഠിച്ചു വിത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. യെസ് ഓർ നോ ഒന്ന് ടൈപ്പ് ചെയ്തേ. വെറും ഒരു ചെറിയൊരു സ്റ്റാൻഡേർഡാണ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ ഒരു ഡിസ്ക്ലോഷർ സ്റ്റാൻഡേർഡിന്റെ ഒരു ബേസ്, ബാക്കിയുള്ളത് നമ്മൾ നാളെ എടുക്കും. സ്റ്റാർട്ട് ചെയ്യട്ടെ, യെസ് ഓർ നോ ഒന്ന് ടൈപ്പ് ചെയ്തേ. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? AS17 സെഗ്മെന്റ് റിപ്പോർട്ടിംഗ് ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തേ യെസ് ഓർ നോ. അപ്പോൾ മോസിൻ റസാഖ് യെസ് പറയുന്നു, ബാക്കിയുള്ളവർ യെസ് യെസ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബേസിക്കലി അപ്പോൾ മോസിൻ, വിഷ്ണു, അശ്വതി, ഓക്കെ, ശ്രീലാൽ, ഓക്കെ, ഇവരൊക്കെ യെസ് പറയുന്നുണ്ട്, ബാക്കിയുള്ളവർ ഒന്നും പറയുന്നില്ല. അപ്പോൾ ബേസിക്കലി കുറേ പേര് റെസ്പോണ്ട് ചെയ്ത സ്റ്റുഡൻസ് എല്ലാം യെസ് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത സ്റ്റാൻഡേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നു. അടുത്ത സ്റ്റാൻഡേർഡ് ഗ്യാപ്പ് ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ഈ സൂം സെഷൻ ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് പുതിയൊരു സൂം സെഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 17 സെഗ്മെന്റ് റിപ്പോർട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് അപ്പോൾ ഞാനിപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ലിങ്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം. സോ ജസ്റ്റ് 1 മിനിറ്റ്, ഇത് ലോഗ് ഔട്ട് ചെയ്യുന്നു, പുതിയ ലിങ്ക് അയച്ചു തരാം. സോ താങ്ക് യു എവ്രി വൺ. പുതിയ ലിങ്കിൽ കാണാം.